സ്വന്തമായി കറൻസിയോ പ്രതിരോധ സൈനികരോ സ്വന്തം ഭാഷയോ പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു രാജ്യം. പക്ഷേ അവിടെയുള്ള ആളുകൾ എല്ലാവരും കോടീശ്വരന്മാർ. യൂറോപ്പിൽ സ്വിറ്റ്സർലാൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിലായി നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ലിച്ചൻസ്റ്റൈൻ. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആ രാജ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ സ്വിറ്റ്സർലാൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിലായി ആൽപ്സ് പർവ്വതനിരയോട് ചേർന്നൊഴുകുന്ന റൈൻ നദിയുടെ തീരത്തുള്ള മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ലിച്ചൻസ്റ്റൈൻ. പുരാതന റോമാ സാമ്രാജ്യത്തിന്റെ അവശേഷിക്കുന്ന ഭാഗമാണ് ഈ രാജ്യത്തിന്റെ കൂടുതൽ ഭാഗവും. സ്വന്തമായി വിമാനത്താവളങ്ങൾ ഇല്ലാത്തതിനാൽ സ്വിറ്റ്സർലാൻഡിലോ ഓസ്ട്രിയയിലോ വിമാനമിറങ്ങി വേണം ഈ രാജ്യത്തിലേക്ക് എത്താൻ. സ്വിറ്റ്സർലാൻഡിലെ സെന്റ് ഗലാൻ ഓൾ ടെറൈൻ വിമാനത്താവളമാണ് ലിച്ചൻസ്റ്റൈന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. 50 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 120 കിലോമീറ്റർ അകലെയുള്ള സൂറിച്ച് വിമാനത്താവളമാണ് പ്രദേശവാസികൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇവിടേക്ക് എത്താൻ പ്രത്യേകം വിസയൊന്നും വേണ്ട എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സ്വിറ്റ്സർലാൻഡിലേക്കോ ഓസ്ട്രിയയിലേക്കോ പോകാനുള്ള വിസയുണ്ടെങ്കിൽ ഈ രാജ്യത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. കൂടാതെ ഷെങ്കൻ വിസയിൽ വന്നാലും ഇവിടേക്ക് എത്താൻ പറ്റും. അതിർത്തിയിൽ പാസ്പോർട്ട് പോലും കാണിക്കേണ്ട കാര്യമില്ല. സ്വന്തമായി പട്ടാളമൊന്നുമില്ലാത്ത രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ. ജർമ്മൻ ഭാഷ ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം കൂടിയാണിത്. എന്നാൽ പൂർണ്ണമായും ജർമ്മൻ ഭാഷ എന്ന് പറയാൻ സാധിക്കുകയില്ല. വാഡൂസ് നഗരമാണ് ലിച്ചൻസ്റ്റൈന്റെ തലസ്ഥാനം. ഇവിടുത്തെ പ്രധാന സാമ്പത്തിക കേന്ദ്രവും വാഡൂസ് തന്നെയാണ്. 160 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ രാജ്യത്തിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ആകെ 40,055 ജനസംഖ്യ. ഈ രാജ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതി സൗന്ദര്യം തന്നെയാണ്. ആൽപ്സ് പർവ്വതനിരകളുടെ ഭാഗമായ ഈ പ്രദേശത്തിന്റെ 25 കിലോമീറ്റർ നീളവും പർവ്വതമാണ്. ഇവിടുത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും സമുദ്രനിരപ്പിൽ നിന്നും 6000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിലും നിത്യഹരിത വനങ്ങളാലും ആൽപൈൻ പുഷ്പങ്ങളാലും അലങ്കരിക്കപ്പെട്ട താഴ്വരകളുടെ കൊടുമുടികൾ മഞ്ഞുമൂടി കിടക്കുന്ന കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. വാഡൂസ് കോട്ട, ഗുട്ടൻബർഗ് കോട്ട, റെഡ് ഹൗസ് എന്നിവയൊക്കെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ്. ഹൈക്കിംഗ് ആണ് ഇവിടുത്തെ വിനോദസഞ്ചാരത്തിന്റെ മറ്റൊരു ആകർഷണം. 2 ദിവസം കൊണ്ട് ഈ രാജ്യം മുഴുവൻ നമുക്ക് ചുറ്റി നടന്ന് കാണാൻ സാധിക്കും. ഇവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കമ്പനികൾ ഇവിടെയുണ്ട്. മിക്ക രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലിച്ചൻസ്റ്റൈനിലാണ്. അതിന്റെ പ്രധാന കാരണം കമ്പനികൾക്കും അതുപോലെ തന്നെ ബിസിനസ്സുകൾക്കും ഒക്കെ വളരാൻ ഏറ്റവും അനുയോജ്യമാണ് ഇവിടുത്തെ നിയമങ്ങൾ. നികുതി നിരക്കും വളരെ കുറവാണ്. വ്യാവസായിക സൗഹൃദ നാടെന്ന് വിളിക്കാവുന്ന ഒരു നാട് കൂടിയാണ് ലിച്ചൻസ്റ്റൈൻ. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഈ രാജ്യം. ഉയർന്ന വരുമാനമുള്ള ഈ രാജ്യത്ത് വെറും 1% തൊഴിലില്ലായ്മയുള്ളൂ. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണം, തുണി വ്യവസായം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ. ഗോതമ്പ്, ബാർലി, ചോളം, ഉരുളക്കിഴങ്ങ് എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ധനിക രാജ്യകുടുംബങ്ങളിൽ ഒന്നാണ് ലിച്ചൻസ്റ്റൈനിലുള്ളത്. ഇവിടുത്തെ രാജകുമാരന്റെ സ്വകാര്യ ശേഖരത്തിലെ വിലപ്പെട്ട വസ്തുക്കൾ വിയറ്റ്നയിലെ ലിച്ചൻസ്റ്റൈൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അത് കാണാൻ വിദേശത്തു നിന്ന് പോലും ആളുകൾ എത്താറുമുണ്ട്. കൂടാതെ മറ്റൊരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് നിർമ്മാതാക്കളാണ് ലിച്ചൻസ്റ്റൈൻ. ലോകത്തിലെ 20% കൃത്രിമ പല്ലുകളും ലിച്ചൻസ്റ്റൈനിൽ നിന്നാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇവിടുത്തെ ഷാൻ നഗരത്തിലുള്ള ഐവോക്ലോർ വിവാഡൻ എന്ന ദന്തൽ കമ്പനിയാണ് ദന്ത ഡോക്ടർമാർക്കും ദന്തൽ ടെക്നീഷ്യന്മാർക്കും വേണ്ടി നിരവധി ഉൽപ്പന്നങ്ങളും മറ്റും നിർമ്മിക്കുന്ന ദന്തൽ കമ്പനി. മറ്റൊരു കാര്യം, സ്വന്തമായി ഒരു കറൻസി ഈ രാജ്യത്തിനില്ല. സ്വിറ്റ്സർലൻഡിലെ കറൻസിയായ സ്വിസ് ഫ്രാൻസ് ആണ് ഔദ്യോഗിക കറൻസിയായി ഈ രാജ്യത്തിലുള്ളവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ലിച്ചൻസ്റ്റൈൻ മുന്നിലാണ്. 1997 ഈ രാജ്യത്തിൽ ഏറ്റവും അവസാനമായൊരു കൊലപാതകം നടന്നത്. ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ മോഷണം, പിടിച്ചുപറി, ബലാത്സംഗം മുതലായ കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജയിലുകളിലും വളരെ കുറച്ച് തടവുകാർ മാത്രമേ ഉള്ളൂ. 2 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കുന്നവരെ ഓസ്ട്രിയയിലേക്ക് മാറ്റുകയാണ് ഇവിടുത്തെ പതിവ്. ഭരണഘടനാ അധിഷ്ഠിതമായ രാജവാഴ്ച നിലവിലുള്ള രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ. ഭരണതലവൻ രാജകുമാരനാണ്. രാജകുടുംബത്തിലെ ചട്ടപ്രകാരം നിർണയിക്കപ്പെടുന്ന പുരുഷനാണ് സിംഹാസനത്തിൽ എത്തുക. രാജഭരണമെങ്കിലും ഇവിടെ ഒരു ജനപ്രതിനിധി സഭയുണ്ട്. ഡയറ്റ് എന്നാണ് ഇതിന്റെ പേര്. 25 പേരാണ് ഡയറ്റിലുള്ളത്. 4 വർഷത്തേക്ക് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് ഡയറ്റിലേക്കുള്ള ആളുകളെ നിശ്ചയിക്കുന്നത്. ജനപ്രതിനിധി സഭയുടെ ശുപാർശ പ്രകാരം രാജകുമാരൻ നിയമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും 4 മന്ത്രിമാരും അടങ്ങുന്നതാണ് രാജ്യത്തിന്റെ മന്ത്രിസഭ.
ലിച്ചൻസ്റ്റൈൻ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.